ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെൽഫ് കെയറിനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അവധി ദിവസമാണ് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുള്ളത്. അപ്പോൾ അവധി ദിവസം രാവിലെ കുറച്ച് നേരം പുറത്തിങ്ങനെ ഇരുന്ന് തോട്ടത്തിലൊക്കെ പോയി ചെടികളൊക്കെ ഒന്ന് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ എനിക്കൊന്നും തന്നെ നേരം കിട്ടാറില്ല, കാരണം രാവിലെ നല്ല തിരക്കായിരിക്കും, മക്കളെ ക്ലാസ്സിൽ വിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെടികളൊക്കെ കണ്ട് അവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അവധി ദിവസമാണെങ്കിൽ പോലും നമ്മൾ അമ്മമാർക്ക് ആ ദിവസവും ചെറിയ ചില പണികളൊക്കെ എന്തായാലും ചെയ്യേണ്ടി വരും. ഫുൾ ടൈം ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽപ്പെട്ടൊരു പണിയാണ് തുണികൾ വാഷ് ചെയ്യാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡെയിലി ബേസിൽ ചെയ്യേണ്ട പാചകമായാലും ഇതൊന്നും അവധി ദിവസമായാലും നമുക്ക് മുടക്ക് വരുന്ന ജോലികളല്ല. അതുകൊണ്ട് തന്നെ ആ ജോലികളൊക്കെ നോർമലായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഡെയിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമയം. അപ്പോൾ അത് ഞാൻ അവധി ദിവസം സാധാരണ ചെയ്യാറില്ല. കാരണം ഞാനൊരു വീട്ടമ്മയായതുകൊണ്ട് തന്നെ വീട്ടിൽ എനിക്ക് ടൈം ഉള്ളത് കൊണ്ട് ഞാൻ ഇട ദിവസങ്ങളിലാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാറുള്ളത്. സ്കിൻ കെയർ പൊതുവേ എനിക്ക് നല്ല മടിയുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് തന്നെ സ്കിൻ കുറച്ചും കൂടി കെയർ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അവധി ദിവസമാണ് സെൽഫ് കെയറിന് കൂടി ഞാൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാമഎർത്തിൻ്റെ സ്കിൻ ടോണർ റൈസ് വാട്ടർ അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഫേസ് വാഷും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോണർ ഒരു കോട്ടണിലേക്ക് ആക്കിയ ശേഷം ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം തന്നെ പോയി മുഖം നല്ല ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഫേസ് ക്രീം, മാമഎർത്തിൻ്റെ തന്നെ ഫേസ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ റൈസ് വാട്ടർ അടങ്ങിയിട്ടുള്ള ഫേസ് ക്രീമും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ മാമഎർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, മീറ്റ് സേഫ് ആയിട്ടുള്ള ബ്രാൻഡാണ്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഒരുപാട് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു ബ്രാൻഡും കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ മാമഎർത്ത് എന്ന ബ്രാൻഡിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് ഫേസ് ക്രീം കുറച്ചെടുത്തിട്ട് അതും കൂടി മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഈ ഒരു മാമഎർത്തിൻ്റെ ഈ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് സഹായിക്കുന്നുണ്ട്. മുഖത്തെ കുത്തുകളും പാടുകളൊക്കെ നല്ല രീതിക്ക് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, കുറച്ചായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അതോടൊപ്പം തന്നെ മാമഎർത്ത് പ്രൊഡക്ട്സ് എല്ലാം തന്നെ മാമഎർത്ത് വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. മാമഎർത്ത് വെബ്സൈറ്റ് ആപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു 20% ഓഫ് കിട്ടാൻ HELNA2024 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേർപ്പിൾ, നൈക്ക, ഫസ്റ്റ് ക്രൈ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകളിലും മാമഎർത്ത് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അടുത്ത സെൽഫ് കെയറിൽ പെട്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അതെ, ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയുടെ കൂടെ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ഇതുപോലെ വഴറ്റിയെടുത്തു. അതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയും 5 തക്കാളിയുമാണ് ഞാൻ സാധാരണ ചേർക്കാറുള്ളത്. വേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി ഇതുപോലെ വെന്ത് പാകമാവണം കേട്ടോ. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടിയാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മൾ വേറെ എരിവിനായിട്ട് പിന്നൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ ഫ്ലേവറിന് ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചേട്ടനാണ് ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ കൂടെ ഹസ്ബൻഡ് ഫ്രീ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. നമ്മുടെ ജോലികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിക്കാൻ വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫൊക്കെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ജോലിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ. പക്ഷേ അവധി ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തെ പോലെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവധി ദിവസം പറ്റാവുന്നത് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ പാചകം അറിയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കെയർ കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഗോതമ്പ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടെ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ചട്നിയുടെ നേരത്തെ നമ്മൾ തക്കാളിയും അതുപോലെ സവാളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായി നന്നായി ചൂടാറിയ ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കട്ടി കൂടുതലാണെങ്കിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്ര മാത്രമാണ് ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവധി ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ക്ലാസ്സുള്ള ദിവസവും ജോലിയുള്ള ദിവസമൊക്കെ എല്ലാവരും പല പല സമയങ്ങളിലായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുക. ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവധി ദിവസം ആ ഒരു കുറച്ച് സമയം മാത്രം മതി നമുക്ക് കുട്ടികളോട് സംസാരിക്കാനും നമ്മുടെ ഫാമിലിയോട് സംസാരിക്കാനൊക്കെ നമുക്ക് ടൈം കിട്ടും.
അടുത്തത് നമ്മൾക്ക് സെൽഫ് കെയർ ഹാബിറ്റായിട്ട് നമുക്ക് നല്ലൊരു ഹോബി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നത് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ഹോബി സെലക്ട് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോബി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമുക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളത് സെലക്ട് ചെയ്താലേ നമുക്കത് അടുത്തത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ളവരെല്ലാം സെലക്ട് ചെയ്താൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള അമ്മമാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോബി എടുത്ത് ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും നമുക്ക് പലപ്പോഴും കിട്ടില്ല. അപ്പോൾ ക്ഷമയോടുകൂടി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രോയിങ്ങും ക്രാഫ്റ്റും അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം അവധി ദിവസം പറ്റുന്ന അവധി ദിവസങ്ങളിൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില അവധി ദിവസം ചിലപ്പോൾ നമുക്ക് വല്ല യാത്രകളോ അങ്ങനെയൊക്കെ വരാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊന്നും നേരം കിട്ടില്ല. എന്നാലും നേരം കിട്ടുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അവധി ദിവസം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് നേരമെങ്കിലും വേറെ ഒരു വേൾഡിലേക്ക് പോകുന്നൊരു ഫീലാണ്. നമ്മൾ അതിൽ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഫ്രീ ടൈമിൽ ഫോൺ നോക്കൽ മാത്രമാണ് നമ്മുടെ ഒരു ഹോബിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഫോണില്ലാത്ത സമയത്ത് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിരുന്നൊരു സമയമുണ്ട്. ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. എനിക്കും ഉണ്ട് കുറേ ഹോബീസൊക്കെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ പലപ്പോഴും ബോറടിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കി നേരം കളയാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോബീസ് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് നമുക്കൊരു ജേണൽ തയ്യാറാക്കാവുന്നതാണ്. അതായത് നമ്മളൊരു ഇതുപോലെ സെപ്റ്റംബർ മാസത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാനർ വരച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം സ്വന്തമായിട്ട്. അപ്പോൾ പ്ലാനർ വരയ്ക്കുമ്പോൾ നമുക്ക് ആ മാസം കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ പ്ലാനർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ വരച്ച് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ അവധി ദിവസങ്ങളിൽ അതിൽ നമുക്ക് എഴുതി ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കതൊരു പ്ലാനിങ്ങുമായി മാത്രമല്ല ആ പ്ലാനർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീ ടൈം കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനർ പ്രിപ്പയർ ചെയ്യുന്നതും നല്ലൊരു ഹോബിയായിരിക്കും. സെൽഫ് കെയറിനായിട്ട് അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഫോൺ നോക്കലിന് ഒരു കുറവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബുക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഒരു പേജ് വായിക്കാൻ പറ്റുള്ളൂന്നെങ്കിൽ പോലും ഒരു പേജ് ഞാൻ വായിക്കും. പിന്നീട് നമുക്ക് കൂടുതൽ വായിക്കാൻ നേരം ഉണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കൂടി തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു ഹാബിറ്റ് എന്താ വെച്ചാൽ, നമുക്ക് എടുക്കുന്നതിന് മുൻപ് ഫോണൊക്കെ സാധാരണ നോക്കിയിരിക്കാറുണ്ട്. ആ ഒരു ടൈം മാറ്റിയിട്ട് അതിന് പകരം കുറച്ച് നേരമെങ്കിലും ഞാൻ ബുക്ക് വായിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് 10 മണിക്ക് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ 1/2 മണിക്കൂർ ബുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഉറക്കം വരാനായിട്ട് ബുക്ക് വായന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ കാണുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ കാണാനൊരു ടെൻഡൻസിയാണ് വരുന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്സ് എനിക്കിഷ്ടം. അപ്പോൾ അത് വായിച്ചൊരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ക്ഷീണമാവും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഡിക്റ്റേറ്റീവ് പോലെ നോവൽസൊക്കെ വായിക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം, നമുക്കത് വീണ്ടും അടുത്തൊരു പേജ് വായിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത മോഡൽ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുകയാണെങ്കിൽ വായന നമുക്കൊരു ശീലമാക്കാനും പറ്റും. മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് ഉറങ്ങാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ അവധി ദിവസത്തിൽ എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ നമ്മൾ സാധാരണ വീട്ടിൽ വൃത്തിയാക്കുന്ന ഡെയിലി ക്ലീനിങ് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഏരിയാസൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ പണിയായിരിക്കും, പക്ഷേ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലീനിങ് ജോലികളൊക്കെ നമുക്ക് ആ ദിവസത്തിൽ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ബാത്റൂമിലുള്ള ബക്കറ്റ്സ് ഒന്ന് വാഷ് ചെയ്ത് വെക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാഗ് ഒന്ന് ഉള്ളിൽ, ഇപ്പോൾ ബാഗിൽ പല ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്ത് അതൊക്കെ മാറ്റി ഒന്ന് ഒതുക്കി വെക്കുക. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചില ക്ലീനിങ് ജോലികൾ നമുക്ക് ഇതുപോലെ അവധി ദിവസം ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയ വലിയ ജോലികളല്ല. ഞാൻ വീട്ടമ്മയായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇട ദിവസങ്ങളിലാണ് കൂടുതലും അങ്ങനെയുള്ള പണികൾ കൂടുതലും ചെയ്യാറുള്ളത്. അവധി ദിവസം ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ജോലി ചെയ്യുന്നവർക്ക് അവധി ദിവസമായിരിക്കും ഇതുപോലെയുള്ള കുറച്ചധികം ജോലികൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളും കൂടി ചെയ്ത് തീർക്കാം.